പ്രഖ്യാപനം നടത്തിയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം രവീന്ദ്രൻ, വേദിയിലെ വിശിഷ്ട വ്യക്തികൾ, MBCF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എസ് കുട്ടപ്പൻ ചെട്ടിയാർ, VSS-ന്റെ പ്രസിഡന്റ് ശ്രീ കുമാരൻ താമരക്കുന്നിൽ, പ്രിയപ്പെട്ട MBCF സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ G നിഷികാന്ത്, പ്രിയകരിയായ ശ്രീമതി രേണുക മണി, ശ്രീ N ചന്ദ വിഭാഗം പ്രിയപ്പെട്ട അംഗങ്ങൾ, ഈ അവകാശ പ്രഖ്യാപനവും അതുപോലെ ഈ സമ്മേളനത്തിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിക്കുന്നതായിട്ട് അറിയിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെ ഒരു സമ്മേളനം വിളിച്ച് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തങ്ങളുടെ അവകാശം അതിശക്തമായി പ്രകടിപ്പിച്ച ഒരേ ഒരു സംഘടന വടുക സമുദായ സാംസ്കാരിക സമിതിയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പേയൊക്കെ ഒരുപാട് പേര് വന്നു. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ശരിയും പറഞ്ഞാൽ ചൂട് പിടിച്ച സമയത്ത് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കേരള സമൂഹത്തോട്, ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ അതിശക്തമായ നിലപാട് പ്രകൃത സംഘടന ഒരു കരുത്തുറ്റ പ്രകടനം നടത്തിക്കൊണ്ട് പാലക്കാട് ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് മനുഷ്യ സഹജമായിട്ടുള്ള ആവശ്യങ്ങളും അടുത്ത തലമുറയ്ക്ക് ജീവിക്കാനുള്ള അവകാശങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണെന്നുള്ളത് പ്രത്യേകമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ ജനറൽ സെക്രട്ടറി അവകാശ പത്രിക വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ ഒരു മുന്നണിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക. ഈ കേരള നിയമസഭയിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ പ്രകടന പത്രികയിൽ അതിപിന്നോക്ക ജനവിഭാഗങ്ങളുടെ ആവശ്യം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതും ഭരണത്തിൽ വന്നാൽ അത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, ഇതിനോടകം അതിപിന്നോക്ക ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിക്കും എന്ന് പറഞ്ഞ ആദ്യത്തെ മുന്നണിയാണ്. ആ പ്രകടന പത്രികയുടെ ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. OEC ആനുകൂല്യത്തിനുള്ള വരുമാന പരിധി കാലോചിതമായി ഉയർത്തും. OEC വിദ്യാഭ്യാസ സഹായം ഏർപ്പെടുത്തിയത് നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ സംസ്ഥാന നേതാക്കൾ ഈ സംഘടനയുടെ കുട്ടപ്പൻ ചെട്ടിയാരും രവീന്ദ്രനും കുമാരനും ഒക്കെ ഉൾപ്പെടുന്ന വനിതകൾ ഉൾപ്പെടുന്ന അതിശക്തമായ ഈ സംഘടനയുടെ ശരിയായ രീതിയിലുള്ള സമ്മർദ്ദത്തിന് കൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ആ വിദ്യാഭ്യാസ ആനുകൂല്യം കേരളത്തിൽ നടപ്പിലാക്കിയത്. പക്ഷെ വരുമാന പരിധി വെച്ചുകൊണ്ട് ഇന്ന് ആ വരുമാന പരിധി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രക്ഷോഭം ആവശ്യം ഉന്നയിച്ചിട്ടും ഒരു പരിഗണന പോലും ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അടുത്തത്, നിലവിൽ ഭാഗികമായി OEC സംവരണം ലഭിക്കുന്ന സമുദായ അംഗങ്ങൾക്ക് പൂർണ്ണ ആനുകൂല്യങ്ങൾ നൽകാൻ നടപടി സ്വീകരിക്കുന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ രൂപീകരിക്കുമെന്നുള്ളതാണ് അടുത്ത കാര്യം. ഇതുവരെ നാമമാത്രമായ ഉദ്യോഗസ്ഥ പ്രാതിനിധ്യം ലഭിച്ച ചെറു പിന്നോക്ക സമുദായങ്ങൾ, ഉദാഹരണത്തിന് ചളവർ അടക്കമുള്ള അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അസമത്വം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്യും എന്ന് വളരെ വ്യക്തമായി കേരളത്തിലെ ജനങ്ങളോട് പ്രകടന പത്രികയിലൂടെ അവതരിപ്പിച്ചത് മറ്റാരുമല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയാണെന്ന് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അവകാശം വളരെ ന്യായമായിട്ടുള്ള ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. പക്ഷെ ഇപ്പൊ അത് വളരെ ശക്തിപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, 2017 തുടക്കം ആരംഭിച്ച 2026 വരെ എത്തി നിൽക്കുന്ന 9 വർഷം പ്രായമായിട്ടുള്ള ഒരു കൊച്ചു കുഞ്ഞാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ ശക്തിയും ശേഷിയും വിളിച്ചോതുന്ന ഒരു ശക്തമായ പ്രകടനമാണ് നിങ്ങൾ പാലക്കാട് കാഴ്ചവെച്ചത്. അത് നിങ്ങളുടെ ഉള്ളിലുള്ള വികാരം നിങ്ങൾക്ക് ഒരാവശ്യത്തിനല്ല, നിങ്ങളുടെ ഒരു ക്ഷേമത്തിനല്ല, അടുത്ത തലമുറയ്ക്ക് ഈ ഭൂമിയിൽ അവസര സമത്വം ലഭിക്കണമെന്നും ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ അത് അവകാശമായിട്ട് സ്ഥാപിച്ച് ലഭിക്കണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പൊ അടുത്ത തലമുറകൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി വടുക സമുദായ സാംസ്കാരിക സമിതിയും കേരളത്തിൽ മാറുകയാണ്. പാലക്കാട് ജില്ലയിലല്ല OBC വിഭാഗത്തിൽപ്പെട്ടവര്
ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ കുട്ടപ്പൻ ചെട്ടിയാര് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MPCF ഒരുപാട് പോരാട്ടം കേരള സംസ്ഥാനം നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ജസ്റ്റിസ് രോഹിണി കമ്മീഷൻ ഹിയർ ചെയ്യുന്നില്ല, ഈ പാവപ്പെട്ട വിഭാഗങ്ങളെ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ പ്രക്ഷോഭം നടത്തി. അതുകൊണ്ട് നിർത്തിയില്ല. ഡൽഹിയിലെ കൊടും ചൂടിൽ നിങ്ങൾ ഓരോരുത്തരും വന്ന് ഐതിഹാസികമായ വലിയൊരു പോരാട്ടവും സമരവും നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ആ ജസ്റ്റിസ് രോഹിണി കമ്മീഷൻ നിങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങളുടെ ആവശ്യത്തിനെ കേൾക്കാൻ തയ്യാറായത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, 2023 കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് ഈ 3 വർഷമായിട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ്, സംസ്ഥാന ഭരിക്കുന്ന ഗവൺമെന്റ്, ഇവരെല്ലാം ജനക്ഷേമത്തിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയവരാണ്. ആരാണ് ജനനന്മ ചെയ്യുന്നത്? ആരാണ് പാവപ്പെട്ടവരെ കേൾക്കുന്നത്? ആരാണ് എല്ലാവരെയും തുല്യമായിട്ട് കണക്കാക്കുന്നത് എന്ന് നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ പെടുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് പിടിക്കാനുള്ള സന്ദർഭമായി ഞാൻ ഇതിനെ കാണുന്നില്ല. പാലക്കാടിന്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വനിതാ സംഘടന നടത്തിയ അത്യുജ്വലമായ ഒരു പോരാട്ട ചരിത്രത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ പല സമരങ്ങളിലും സമ്മേളനങ്ങളിലും ഞാൻ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ, ആ ജനപ്രതിനിധി ആവുന്നതിന് മുമ്പും നിങ്ങളോടൊപ്പം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ ന്യായമായ ആവശ്യങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട ഏറ്റവും സത്യസന്ധമായ ആത്മാർത്ഥമായ പ്രവർത്തനം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും, അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ഇന്ത്യൻ പാർലമെന്റിലും നിരവധി മന്ത്രിമാരുടെ മുമ്പിലും നിങ്ങൾ നൽകിയ നിവേദനങ്ങൾ വളരെ വ്യക്തമായി അവതരിപ്പിക്കാനും അതിനെല്ലാം മറുപടി വാങ്ങിക്കാനും ഈ രോഹിണി കമ്മീഷന്റെ ദുർനടപടികളെ ശക്തമായിട്ട് എതിർക്കാനും നിങ്ങൾ നൽകിയ പ്രചോദനം കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാളുകളിലും മനുഷ്യ സഹജമായി മനുഷ്യത്വപരമായി എല്ലാവർക്കും ഭൂമിയിൽ ജീവിക്കാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. പിറന്ന മണ്ണിൽ ജീവിക്കുമ്പോൾ തുല്യത എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാ. ഇന്ത്യയുടെ ഭരണഘടന എല്ലാവർക്കും തുല്യനീതിയും തുല്യ അവകാശവും തുല്യ സംരക്ഷണവും പ്രദാനം ചെയ്യുമ്പോൾ പാവപ്പെട്ടവരെ, വരുമാനമില്ലാത്തവരെ, ഗതിയില്ലാത്തവരെ തഴഞ്ഞുകൊണ്ട് ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളെയും ജാതി സമൂഹങ്ങളെയും പാവപ്പെട്ടവരെയും എല്ലാം ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഇന്ത്യയുടെ ഭരണഘടന അത് 100% ഗ്രാമങ്ങളിലേക്ക് എത്താൻ, പാവങ്ങളിലേക്ക് എത്താൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഇന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കാത്തവരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതിദാന അവകാശമുണ്ട്, പക്ഷെ അത് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഒരുമിച്ച് കിട്ടില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, നിങ്ങളെ സമുദായത്തെ സ്നേഹിച്ച, പാവങ്ങളെയോട് കരുണ കാണിച്ച ഗവൺമെന്റുകൾ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. ആ കരുണ ഇപ്പോഴുണ്ടോ, ആ കരുതൽ ഇപ്പോഴുണ്ടോ എന്ന് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പാകെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. എന്തായാലും കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങൾക്ക് OEC സംവരണം ഉറപ്പു നൽകുന്ന ഒരു പ്രകടന പത്രിക അവതരിപ്പിച്ച UDF-നെ നിങ്ങൾ കൈവിടരുത്. UDF-നെ നിങ്ങൾ കൈകോർക്കണം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷിക്കാനും അതുപോലെ നിങ്ങൾക്ക് തലോടാനുമുള്ള ജനപ്രാതിനിധ്യ നിയമ അധികാരം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ വാക്ക് നിങ്ങൾ വിശ്വസിക്കണം. ഇതിനു മുമ്പും ഈ സമുദായത്തിന് രാഷ്ട്രീയത്തിന് അതീതമായ പരിഗണന നൽകിയിട്ടുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. പാലക്കാട് ജില്ലയിൽ നിങ്ങൾ നിർണായക ഘടകമാണ്. എനിക്ക് ഏറ്റവും അടുത്തറിയാം. കാരണം ഞാൻ ഇപ്പൊ തുറന്നു പറയുക, 2019-ലും 2024-ലും ഞാൻ തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ നിങ്ങളുടെ പല യൂണിറ്റുകളും സമുദായ അംഗങ്ങളും എല്ലാവരും അവരുടെ കഴിവിനനുസരിച്ച് എന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരുമല്ല, പല രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് വോട്ട് ചെയ്തവരെയും വോട്ട് ചെയ്യാത്തവരെയും എനിക്ക് വേണ്ടി അനുകൂലമായി നിൽക്കാത്തവരെയും നിന്നവരെയും ഒരുപോലെ കാണുന്ന ഒരു മര്യാദ ഞാൻ പാലക്കാട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വടുക സമുദായ സാംസ്കാരിക സമിതി ന്യായമായ ഒരാവശ്യവും ഒരാഗ്രഹവും പറഞ്ഞു വരുമ്പോ അതിനോടൊപ്പം നിന്ന ഒരു ജനപ്രതി എന്ന് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, PSS-ന് ഒരു പ്രതിനിധി ഇല്ല നിയമസഭയിൽ, പാർലമെന്റിൽ എന്ന് പറയുമ്പോ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് ഞാനുണ്ട് എന്ന് പരസ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് മനുഷ്യത്വമാണ് ഒരു ജനപ്രതിക്ക് ഏറ്റവും കൂടുതൽ ഉന്നതമായ മൂല്യങ്ങൾ. മഹാത്മാഗാന്ധി കാണിച്ചു തന്നത് പാവപ്പെട്ടവരെ സഹായിക്കാനാ ഭരണകൂടം എന്ന് പറയുന്നത്. ഭരണാധികാരികൾ അവരെ കേൾക്കാനാണ്. എല്ലാവരെയും തുല്യരാക്കി കൊണ്ടുവരുമ്പോഴാണ് സമ്പൂർണ്ണ ജനാധിപത്യം
സമ്പൂർണ്ണ ഗ്രാമ സ്വരാജ് ഈ രാജ്യത്ത് നടപ്പിലാകുള്ളൂ എന്ന് വിഭാവനം ചെയ്ത മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടരുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കും എനിക്ക് നിങ്ങളോട് എല്ലാവരോടും സ്നേഹവും സാഹോദര്യവും പ്രകടിപ്പിക്കാൻ ധാരാളം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള നാളുകളിലും നിങ്ങളുടെ പോരാട്ടത്തിലും ഏത് രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിച്ചാലും ഏത് രാഷ്ട്രീയ മുന്നണി കേരളം ഭരിച്ചാലും നിങ്ങളുടെ ന്യായമായ ആവശ്യത്തിന് മുമ്പിൽ ഞാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചു ചേർത്ത് നട്ടുച്ചയ്ക്ക് പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസാണ്. പുരുഷന്മാര് പോലും പുറത്തിറങ്ങാൻ പേടിക്കുന്ന ഞങ്ങളുടെ പാർട്ടിയിലെ പ്രവർത്തകർ ഇലക്ഷന് പോകും 11 മണിക്ക് നിർത്തി 4 മണിക്കേ പുറത്തിറങ്ങുള്ളൂ. നിങ്ങൾ നട്ടുച്ച വെയിലത്ത് 2 മണിയോടുകൂടി തന്നെ പോരാട്ട വീര്യത്തോടുകൂടി പാലക്കാട്ടെ ഈ ഉച്ചിരൻ സമ്മേളനത്തിനെത്തിയ എല്ലാ വനിതാ സഹോദരിമാരെയും അമ്മമാരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്.